ബലിയായി തിരുമുമ്പിൽ നൽകാൻ അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം അനശ്വരം ഇടയന്റെ വഴി തേടി പാടും. Snowfall out the window, I can feel you start to let go. On the edge of a goodbye, I can't help but wonder why we never felt that close. Did you mean it when you said I love you, or was it something you had to do? 'Cause I feel I can't escape, like it all was a waste after what we've been through. Did you know you were gonna leave me empty? Did you think maybe one day you'd forget me? Was it easy when you left? Is it something you regret? Did you wanna, or was it karma? Was that just something coming from your past life? Or did it hurt even though you know it felt right? Was it easy when you left? Is it something you regret? Did you wanna, or was it karma? ജനലഴികളിൽ ചാമരമിടും കാറ്റോ പൂനെറുകയിൽ രാമഴവിരൽ പോലെ എൻ വരികളിൽ ഞാൻ എഴുതിടും പേരോ നീ തന്ന ലാളനങ്ങൾ ഞാൻ എൻ്റെ പുണ്യമാക്കി നീയേകുമീ ദിനങ്ങൾ മായല്ലേ എന്ന് തോന്നി നീയാകുമീ തൂവാടിയിൽ മോഹങ്ങൾ ഉയലാടി ശ്വാസമേ ശ്വാസമേ പാതയിൽ പാതിയായി തേടി ഞാൻ ശ്വാസമേ ശ്വാസമേ തേടലിൽ കാവലായി മാറി നീ ജനുവരിയിലെ തേന്മഴ തൊടും പൂവോ ജനലഴികളിൽ ചാമരമിടും കാറ്റോ പൂനെറുകയിൽ രാമഴവിരൽ പോലെ
ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെൻ്റെ ഈശോ. ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാമെൻ്റെ ഈശോ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തമാക്കാൻ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തമാക്കാൻ. ആഗ്രഹിച്ചൊത്തിരി അപ്പമാമീശനെ സ്വീകരിക്കാൻ. അരികിലിരുന്നു ഞാൻ ആഗ്രഹിച്ചൊത്തിരി അപ്പമാമീശനെ സ്വീകരിക്കാൻ.
ലൈംഗികതയെയും പകർപ്പറക്കുന്ന വസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുശയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും വധിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരണം. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈശോ നീ എൻ ജീവൻ നിറയേണം, നാഥാ നീ എന്നുള്ളിലെ സ്വരമല്ലോ, ആത്മാവിനെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം, കനിപോലും ആരൂപം. ഈശോ നീ എൻ ജീവൻ
പരിഗണനത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാര്യം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് നൽകിയ സിദ്ധരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങളിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒടുത്തുകൊണ്ട് നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാ
അങ്ങേക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. എപ്പോഴും ഞങ്ങളെ ആശിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുതുകയും ചെയ്യണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിലേക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പരിഹരിച്ചതുമായ കാര്യങ്ങളാണ്. കർത്താവായ ഈശോ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ഹൃദയത്തിൽ അർപ്പിച്ച ശേഷം മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. അതുകൊണ്ട് ഈ അപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവൻ വരുന്നതുവരെ കർത്താവിന്റെ മരണം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിനെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ കുറ്റക്കാരനാവും. അതുകൊണ്ട് ഓരോ മനുഷ്യനും സ്വയം എങ്ങനെയാണ് ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ കുടിക്കുകയും ചെയ്യുന്നത് എന്ന് പരിശോധിക്കട്ടെ. കാരണം ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനാൽ നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമാവുകയും മറ്റനേകർ മരിച്ചു പോവുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗ്ഗത്തിൽ നിന്ന്
ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവനെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യൂതർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് ഇവന്റെ ശരീരം നൽകാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെങ്കിലും ഞാൻ അവരിൽ വസിക്കുന്നു. ജീവിക്കുന്നവർക്കായി പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. പിതാക്കന്മാർ മന്ന ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കബർനാഥിനെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇത് പറഞ്ഞത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, യഹൂദർക്കിടയിൽ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഈശോ പറഞ്ഞത്. ശരീരം ഭക്ഷിക്കുക, രക്തം കുടിക്കുക. അത് മനസ്സിലാക്കാൻ യഹൂദർക്കോ ഈശോയുടെ കൂടെ ശിഷ്യർക്കോ സാധിച്ചില്ല. അതുകൊണ്ട് വളരെയധികം പേര് വിട്ടുപോയി. നമ്മുടെ സുവിശേഷത്തിൻ്റെ കാലഭാഗത്ത് വായിക്കുന്നുണ്ട്. ഒരുപാട് പേര് വിട്ടുപോയി, കുറച്ച് പേര് മാത്രമേ വിശ്വസിച്ചുള്ളൂ. അത് അന്നത്തെ സാഹചര്യത്തിൽ നിലവിലില്ലാത്ത ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം കേട്ടതെന്നവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ചു പോയത്. ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ബോധത്തെ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. എങ്കിലേ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ബാഹ്യമായ കാര്യം മാത്രം കേട്ടോ അതിൻ്റെ ചൈതന്യം നമ്മൾ വിട്ടുപോകും. ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യാൻ നമ്മൾ ഓരോ തവണയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ ശരീരം രക്തം എന്നൊക്കെ പറയുന്നത് ജീവനാണ്. ഈശോയുടെ ജീവനിലേക്ക് നമ്മൾ പങ്കുചേരുകയാണ്. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ തവണയും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ പോലെ ആയിത്തീരണം. ഈശോയെ പോലെ ആയിത്തീരുന്നത് അവിടുത്തെ സ്നേഹത്തിലും കരുണയിലും ക്ഷമയിലും മറ്റു മനുഷ്യരോടുള്ള പരിഗണനയിലുമാണ്.
അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ മകളെ നിറയ്ക്കണമേ. ക്രിസ്തീയ ജീവിത പൂർണ്ണതയിലേക്ക് ഈ മകൾ വളരുമാറാകട്ടെ. ഐശ്വര്യകാലത്ത് അങ്ങേ വിസ്മരിക്കാതിരിക്കാനും ക്ലേശങ്ങളിൽ അങ്ങയിൽ ആശ്രയിക്കാനും ഈ മകൾ ശക്തിയാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷം നിന്റെ സൗഭാഗ്യം അനുഭവിക്കാൻ ഈ മകളെ ഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പരിശുദ്ധാത്മാവിനാൽ നിധിയായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് വിശിഹായിക സാക്ഷ്യം വഹിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഭക്തിയുടെ ശ്രദ്ധയോടുകൂടി മൗനമായി പ്രാർത്ഥിക്കാം. അവയെ ശക്തിപ്പെടുത്തിയ അങ്ങയുടെ അർത്ഥകാരണത്തിന് നിങ്ങൾ നന്ദി പറയുന്നു. ശ്രീഹന്മാരുടെയും അവരുടെ പിതാക്കളുടെയും കൈവയ്പടി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യദാനം അങ്ങയുടെ മകൾക്ക് നൽകുന്നതിന് കഴിവനായും യോഗ്യനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മാമോദീസയുടെ പൂജനവും വിശുദ്ധായ മൗലിക ശരീരത്തിലെ അംഗത്വവും നിന്റെ ജീവിതത്തിലുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ഈ മകളെ മുദ്രയാകണമേ. ആബാ പിതാവേ എന്നങ്ങയെ വിളിക്കാൻ പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ ഈ മകൾക്ക് നൽകണമേ. കൈവയ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ തന്നെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത മകളുമായി ജീവിക്കാൻ ഈ മകളെ ശക്തിയാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ധൈര്യം നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഈ മകൾ നൽകേണ്ടേ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കാൻ ഈ മകൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങേയും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസ സ്വീകരിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ മകൾ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിലും നിന്ന് ഈ മകളെ സംരക്ഷിക്കട്ടെ. വിശുദ്ധായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിപ്പിക്കാൻ ഈ മകളുടെ ഇടയാവുകയും ചെയ്യട്ടെ.
കർത്താവായ മിശിഹായേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും ഉടനടവേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുകയും എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങേ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങേയുള്ള വിശ്വാസത്തോടെ ഞങ്ങളും ഒന്നിനെ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ, സഹോദരനെ സ്വർഗ്ഗരാജ്യത്തിൽ വിശ്വാസം ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം നൽകാനും തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായുടെ വാഗ്ദാനം ഈ മകളെ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകളെ മിശിഹായുടെ കൂട്ടവകാശിയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നയുമാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു. ഈ മകൾ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്താൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പരിശുദ്ധ മറിയത്തിന്റെയും യോസേഫിന്റെയും വിശുദ്ധ ശ്രീകന്മാരുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പിതൃസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥന ഈ ശിശുവിനെ സഹായിക്കുമാറാകട്ടെ. ഈ ശിശുവിന്റെ നാമത്തിന് കാരണഭൂതിയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിത മാതൃക ഇവൾക്ക് വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ
തിരുസഭയുടെ വിശ്വസ്ത പുത്രിയായി ജീവിക്കാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്നും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന തീരപ്രേക്ഷകയായി തീരട്ടെ. നീ സ്വീകരിച്ച മിശിഹായുടെ തിരുശരീരരക്തങ്ങൾ നിത്യജീവിതത്തിന് ആചാരമായി ഭവിക്കട്ടെ. കണ്ടുകെട്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടത്തിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ. മാതാപിതാക്കൾക്ക് ആശാകേന്ദ്രവും കുടുംബത്തിന് പ്രകാശവും നാടിന് സേവന മാതൃകയുമായി തീരാൻ ദൈവം നിന്നെ യോഗ്യയാക്കട്ടെ. ഈ ജനകർമ്മങ്ങൾ പങ്കോട്ട് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വസ്തി. ഞങ്ങളുടെ സ്വസ്തി. നിന്നെ ആശ്രയിച്ച കടകളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയുടെ ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൊണ്ട് യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാവ യേശുനാഥ. പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല നീ വരുമ്പോഴെന്നാനന്ദം വർണ്ണ്യമല്ല വാവ യേശുനാഥ പൂക്കൾക്കില്ല പ്രഭ തേൻ മധുരമല്ല നീ വരുമ്പോഴെന്നാനന്ദം വർണ്ണ്യമല്ല വാവ യേശുനാഥ. मशहूर करना कभी तू मुझे नजरों से दूर. किथे चलिए तू, किथे चलिए तू, किथे चलिए. जानदा है दिल ये तो जान दिया तू. तेरे बिना मैं न रहूं मेरे बिना तू. किथे चलिए तू, किथे चलिए तू, किथे चलिए. काटू कैसे राता हो सावरे जिया नहीं जाता
बावरे के रातां लंबे आ रे कटे तेरे संगे आ रे के रातां लंबे आ रे कटे तेरे संगे आ रे चम 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 अंबरां दे तारे कहंदे ने सजना तू ही चन मेरे इस दिल दा मन लवे सजना तेरे बिना मेरा होवे ना गुजारा छड़ के ना जावी मैनू तू ही है सहारा काटू कैसे राता हो सावरे जिया नहीं जाता सुन बावरे के रातां लंबे आ रे कटे तेरे संगे आ रे के रातां लंबे आ रे कटे तेरे संगे आ रे मशहूर करना कभी तू मैनू नजरों से दूर पीछे चलिए तेरे पीछे चलिए तेरे पीछे चलिए जानदा है दिल ये तो जान दिया तू तेरे बिना मैं ना रहूं मेरे बिना तू किथे चलिए तू किथे चलिए तू किथे चलिए काटू कैसे राता हो सावरे जिया नहीं जाता सुन बावरे के रातां लंबे आ रे कटे तेरे संगे आ रे के रातां लंबे आ रे कटे तेरे संगे आ रे പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ ഒരു തൂവല്ലിനി തരുമോ നിറങ്ങൾ വരുമോ സ്വരങ്ങൾ വരുമോ മഴയുടെ ശ്രുതി തരുമോ ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമേനുകൾ ഒരു കുറിയിനി വരുമോ മറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിതായി വരുമോ പൊന്നിലക്കൂട്ടിലെ തുമ്പികൾ വിണ്ണിലെങ്ങോ മാഞ്ഞുപോയി അകലെ അകലെ ഒരു മഴവെള്ളായി മാറിയോ ഓ മാറിയോ
കാതില് തേന്മഴ തോരവേ ഉള്ളിലെ മോഹങ്ങൾ തേങ്ങവേ ഒഞ്ചിലം പണിയും നിമിഷങ്ങളിതിലെ പായവേ ഓ പായവേ ഇവിടെ ഇരുളിൽ മനസ്സ് നിറയെ സ്മൃതികൾ നീറുന്നുവോ മറന്ന പാട്ടിൻ വരികളിനിയും എന്നെഞ്ചിൽ തഴുകിടുമോ ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനും ഓർത്തിടവേ പണ്ടു പണ്ടേ പൂത്ത മലരുകൾ മിന്നും മിന്നാമീനുകൾ ഒരു കുറിനി വരുമോ നറുചിരിയുടെ ഇതളുകൾ പുലരൊളി നിറവുകൾ ഇരുളിലായി വരുമോ പറന്നു പോയൊരു കിളികളെ ഓർമ്മതൻ വഴിയിലെ ചില്ലകളിൽ വരുമോ നിറയും ഈ മിഴിയിണയിലെ നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ ഒരു തൂവൽ ഇനി
like it could be our last. For our hearts are restless till they rest in love's caress. And the moments we remember, they interleave our hearts like a tapestry surrounding us that we forget to touch. It's why we wake up every morning. It's why we seek each other's smile.